മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കണ്ണനും മഹിയും കൂടി പോകാൻ വേണ്ടി പുറപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് മേഘം വരുന്നത് കേട്ടോ. മേഘം വന്നിട്ട് പറയുകയാണ്, അറിഞ്ഞില്ലേ, കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ, അവൾ പ്രഗ്നൻ്റ് ആണ് എന്നിങ്ങനെ പറയുന്നത് കേട്ടോ. അത് കേൾക്കുമ്പോൾ കണ്ണനും മഹിക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അതിനുശേഷം അവർ പോവുകയാണ്, മേഘൻ അവിടെ തന്നെ നിൽക്കുകയാണ്. പിന്നീട് മേഘൻ അവരോട് പറയും, അവൾ പ്രഗ്നൻ്റ് ആണ്, എന്തായാലും ശരി അമ്മായി അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ കരുണയ്ക്ക് ആകെ മൊത്തം എന്താ ഇത്, മേഘേട്ടൻ തന്നെയാണോ ഈ പറയുന്നത്, അവളെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നുള്ളത് പറയുന്നത്, ഞാൻ കൊണ്ടുവരണം പറയണതിന് പിന്നിലൊരു കാരണമുണ്ട് എന്നിങ്ങനെ പറയുന്നത് കേട്ടോ. അതേസമയം കരുണയ്ക്കിപ്പോൾ ആര് പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞാലും ദേഷ്യം വരികയാണ്. കാരണം കരുണയുടെ കുഞ്ഞു പോയല്ലോ. അങ്ങനെ മേഘനാഥൻ പറയുകയാണ്, അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം, എന്നിട്ട് ആ കുഞ്ഞിനെ ഇല്ലാതാക്കണം. ആ കുഞ്ഞിനെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ സാഗർ അവളെ ഒരിക്കലും സ്വീകരിക്കില്ല. പിന്നെ അവളെ എനിക്ക് മാത്രമാകും, എനിക്ക് അവളെ സ്വീകരിച്ച് കൊണ്ടുപോവുക, അതിന് വേണ്ട കാര്യങ്ങൾ അമ്മായി ചെയ്യണം എന്നിങ്ങനെ പറയണു. ഉണ്ണി പറയണ്, അവർക്കിപ്പോൾ ഒരു കുഞ്ഞായി, അവരുടെ സ്നേഹം അത്രയ്ക്കും ആയിട്ടുണ്ടാകും. പിന്നീട് വീണ്ടും വെറുതെ മേഘേട്ടൻ വെറുതെ റിസ്ക് എടുക്കണോ എന്ന് ചോദിക്കും. ഇല്ല, എനിക്ക് മഞ്ജുവിനെ വേണം, അത് ഉറപ്പായ കാര്യമാണ്, അമ്മായി അത് ചെയ്യണം എന്നിങ്ങനെ പറയുമ്പോൾ ദുർഗയ്ക്ക് ആകെ മൊത്തം ഒരു വിഷമം വരികയാണ് കേട്ടോ. കാരണം സാഗറിൻ്റെ കൂടെ പോയത് കാരണമാണ് ദുർഗയ്ക്ക് ദേഷ്യം മഞ്ജുവിനോട്, അല്ലാതെ ഒരിക്കലും മഞ്ജുവിനോട് ദേഷ്യമില്ല. അതും ഈ മേഘൻ്റെ കൊളരുതായ്മ കാരണമാണ് തൻ്റെ മകൾ പോയത് എന്നിങ്ങനെ പറയുന്നു കേട്ടോ. അതിനുശേഷം മേഘൻ ചോദിക്കുന്നത്, എന്താ അമ്മായിക്കൊരു വിഷമം പോലെ ഉണ്ടോ ചോദിക്കുക. ഇല്ല ഞാൻ എന്തായാലും അവളെ കൊണ്ടുവരാമെന്നിങ്ങനെ പറയുന്നു കേട്ടോ. അതേസമയം മഞ്ജു ഇങ്ങനെ പെട്ടെന്ന് ഡോറ് തുറന്ന് വരുമ്പോൾ കണ്ണനും മഹിയും കൂടി വരികയാണ് കേട്ടോ. മഞ്ജുവിനാകെ ഭയങ്കര സന്തോഷമാവും, കാരണം കണ്ണൻ നടന്ന് വരികയാണ് കേട്ടോ. മഞ്ജു ഓടിപ്പോയിട്ട് കണ്ണനെ കെട്ടിപ്പിടിക്കുകയാണ്. എൻ്റെ കണ്ണേട്ടനെ ഞാനിങ്ങനെ കാണാൻ സാധിച്ചല്ലോ, അതുതന്നെയാണ് എനിക്ക് വലിയൊരു സന്തോഷം എന്നിങ്ങനെ പറയുകയാണ്. അവരുടെ കുഞ്ഞുനാളിലെ കണ്ണനിങ്ങനെ വീൽ ചെയറിലിരിക്കുകയാണല്ലോ, കാരണം കണ്ണനെ നേരെ വണ്ണം മരുന്ന് കൊടുക്കാതെയാണ് കണ്ണൻ ഈ ഗതിയായത്. മഹാലക്ഷ്മി വന്നതിന് ശേഷമാണ് ഇങ്ങനെ നടന്നു വരുന്നത് കാണാനുള്ള അവസരമൊക്കെ ഉണ്ടായത്. അത് കാണുമ്പോൾ മഞ്ജുവിന് ഒരുപാട് സന്തോഷമാണ് കേട്ടോ. പിന്നീട് കണ്ണൻ അങ്ങനെ വരികയാണ്. കണ്ണൻ വന്നിട്ട് പറയും, മാർക്കോയാണ് പറഞ്ഞത് ഞങ്ങളോട്, നിനക്ക് പ്രഗ്നൻ്റ് ആണ് എന്ന് പറഞ്ഞ് നിന്നെ കാണാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ എന്നിങ്ങനെ പറയുമ്പോൾ മഞ്ജുവിന് ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ. പിന്നീട് മഞ്ജുവിനെയും സാഗറിനെയും വീട്ടിലേക്ക് വിളിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, കരുണയും അമ്മയും കൂടി അമ്പലത്തിൽ വന്ന് കാട്ടിക്കൂട്ടിയതൊക്കെ പറയുകയാണ് കേട്ടോ. അതിന് ഒരു കാര്യം ചെയ്യ്, ഒരിക്കലും അവരുടെ എല്ലാ വീട് എൻ്റെ അമ്മയുടെ വീടാണ്, എൻ്റെ മാത്രം വീടാണത്, നിനക്ക് അവിടെ എപ്പോൾ വേണമെങ്കിലും വരാം, നിനക്കും സാഗറിനും കൂടി വരാം. കാരണം സാഗർ ഇപ്പം നല്ലവനാണ്, നിന്നെ നോക്കാൻ വേണ്ടിയിട്ട് അവൻ കൂലിപ്പണിയെടുക്കാനും എല്ലാത്തിനും അവൻ തയ്യാറായി. അതുകൊണ്ട് അവനെ നീയും എപ്പോൾ വേണമെങ്കിലും വരാ എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ സാഗറിന് സന്തോഷമാണ്. സാഗർ പറയുകയാണ്, ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കണ്ണേട്ടൻ ഞങ്ങൾ അംഗീകരിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, ഇപ്പോൾ വിളിക്കുകയൊക്കെ ചെയ്തില്ലേ, അതിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്നിങ്ങനെ പറയണം കേട്ടോ. അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അതിനുശേഷം മഞ്ജുവും സാഗറും എന്നോട് യാത്ര പറഞ്ഞിട്ട് കണ്ണനും മഹിയും കൂടി പോകുമ്പോൾ മാർക്കോ പറയുന്നുണ്ട്, ഇനി ദുർഗ അമ്മ എന്തായാലും മഞ്ജുവിനെ അങ്ങോട്ടേക്ക് വിളിക്കും, കാരണം ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ എല്ലാ കാര്യങ്ങളും അവർ ചെയ്യും എന്നിങ്ങനെ പറയുമ്പോൾ കണ്ണൻ പറയേണ്ടത് ശരിയാണ്, മേഘൻ അവിടെ വീട്ടിലുണ്ട്, വേണ്ട പദ്ധതികളൊക്കെ പറഞ്ഞിട്ടുണ്ടാകും, ഒരിക്കലും ഞാൻ അവളെ, എൻ്റെ പെങ്ങളാണ് അവളെ ഞാൻ രാജകുമാരിയെ പോലെ തന്നെ കണ്ടിരിക്കുന്നത്, അവളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ഒരിക്കലും ഞാൻ അവരെ അനുവദിക്കില്ല എന്നിങ്ങനെ മാർക്കോയോട് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.